സോ സാമ്പിളിംഗ് മെത്തേഡിൽ നമ്മൾ ആദ്യം നോക്കാൻ പോണത് റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്സ് ആണ്. അപ്പോൾ റാൻഡം സാമ്പിളിങ്ങിന് തന്നെ നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ എന്താണ് റാൻഡം സാമ്പിളിംഗ് അല്ലെങ്കിൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്? ഇൻ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിനെ നമ്മൾ ബ്രീഫ് ചെയ്തിട്ട് SRS എന്നാണ് ഡിനോട്ട് ചെയ്യാറ്. ഇവിടെ എഴുതിയിട്ടുണ്ട് SRS, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. അപ്പോൾ ഈ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഓഫ് എ ഗിവൺ സൈസ് ഓൾ സച്ച് സബ്സെറ്റ് ഓഫ് ദ ഫ്രെയിം ആർ ഗിവൺ ഈക്വൽ പ്രോബബിലിറ്റി. ഈച്ച് എലമെൻറ്റ് ഓഫ് ദ ഫ്രെയിം thus has an equal probability of selection. The frame is not subdivided or partitioned. ഓക്കെ, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ പോപ്പുലേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാമ്പിളിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുക അല്ലേ. വലിയൊരു പോപ്പുലേഷനാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ചൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യും, ആ പോപ്പുലേഷനുള്ള ഏതാളെയും നമ്മുടെ സാമ്പിൾസായിട്ട് ഏതാളും നമ്മുടെ സാമ്പിളായിട്ട് മാറാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതായത് നമ്മളവിടെ ഈക്വൽ പ്രോബബിലിറ്റിയാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ 1000 പേരുള്ളൊരു ഗ്രൂപ്പാണ് നമ്മുടെ മുമ്പിലുള്ളതെങ്കിൽ ഈ 1000 പേർക്കും ഒരേപോലെ സാമ്പിൾസ് ആവാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ റാൻഡംലി ആണ് ഈ ആൾക്കാരെ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. റാൻഡംലി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ബയാസും ഇല്ലാണ്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു മുൻവിധിയിലും ഇല്ലാണ്ട് നമ്മൾ ആൾക്കാരെ ചൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റാൻഡംലി ചൂസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബ്ലൈൻഡായിട്ട് നമ്മളിങ്ങനെ കുറേ ആൾക്കാരെ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ബ്ലൈൻഡായിട്ട് നമ്മളൊരു ഡിസിഷൻ എടുക്കണേ നമ്മൾ റാൻഡം ഡിസിഷൻസ് എന്നൊക്കെ പറയാം. അപ്പോൾ ഈ പറയുന്ന സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷനുള്ള മുഴുവൻ ആളുകൾക്കും ഈക്വൽ ചാൻസ് ഓഫ് ബീയിങ് എ സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഈ 1000 പേരുള്ള ഒരു പോപ്പുലേഷനാണ് നമ്മുടെ മുന്നിലുള്ളതെങ്കിൽ ഈ 1000 പേരിൽ ആര് വേണമെങ്കിലും എന്താവാം, നമ്മുടെ സാമ്പിൾസ് ആയിട്ട് മാറാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സാമ്പിൾസ് എടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെയാണ് സാമ്പിൾസ് ചൂസ് ചെയ്യുന്നത്, റാൻഡംലി ആണ്. അതായത് നമ്മൾ ഒരു മുൻവിധി ഇല്ലാണ്ട് നമ്മുടെ കണ്ണിൽ കാണുന്ന ഏതാളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സാമ്പിളായിട്ട് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ പറയുന്ന സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിൽ നമ്മുടെ പോപ്പുലേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സബ് ഡിവൈഡ് ചെയ്യുന്നില്ല, പാർട്ടീഷൻ ചെയ്യുന്നില്ല, ഒരു രീതിയിലും തരംതിരിക്കുന്നില്ല. നമ്മുടെ മുന്നിൽ ഈ പറയുന്ന പോപ്പുലേഷൻ എങ്ങനെയാണോ ഇരിക്കുന്നത് അതിനകത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് ആൾക്കാരെ നമുക്ക് വേണ്ട കുറച്ച് നമ്പർ ഓഫ് പേഴ്സൺസിനെ എന്ത് ചെയ്യുന്നു, റാൻഡംലി ചൂസ് ചെയ്യുന്നു. അങ്ങനെ ചൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളതിനെ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് വിളിക്കുന്നത് എന്താണ്, ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽസ് ഇൻ ദാറ്റ് ലിസ്റ്റ് ഹാവ് ആൻ ഈക്വൽ ചാൻസ് ഓഫ് ബീയിങ് സെലക്റ്റഡ്. ഓക്കെ, അപ്പോൾ അവിടെ എല്ലാവർക്കും ഈക്വൽ ചാൻസ് ആണ് അല്ലെങ്കിൽ ഈക്വൽ പ്രോബബിലിറ്റിയാണ് സാമ്പിൾസ് ആയി മാറാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് വിളിക്കുക. അപ്പോൾ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിന് ഹാവ് സർട്ടൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഒന്നെന്താണ്, ഈക്വൽ പ്രോബബിലിറ്റിയാണ്. എവറി ഇൻഡിവിജ്വൽസ് ഹാസ് ദ സെയിം ചാൻസ് ഓഫ് ബീയിങ് എ പേഴ്സൺ. ഓക്കെ, ഒരു സാമ്പിൾ ആവാനുള്ള പോസിബിലിറ്റി എല്ലാവർക്കും ഒരുപോലെയാണ്. രണ്ടാമത്തത് ഇൻഡിപെൻഡൻസ്. ദ സെലക്ഷൻ ഓഫ് വൺ ഇൻഡിവിജ്വൽ ഡസ് നോട്ട് അഫക്റ്റ് ദ സെലക്ഷൻ ഓഫ് ദ അതർ. ഒരാളെ സെലക്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് മറ്റേയാളെ സെലക്ട് ചെയ്യാതിരിക്കാനുള്ളൊരു എന്താ പറയുക, ആ ഒരു പ്രശ്നം അവിടെ വരുന്നില്ല. കാരണം ഈക്വൽ സെലക്ഷൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ് ആണ്. ഓക്കെ, ആൻഡ് മൂന്നാമത്തത് അൺബയാസ്ഡ്. അൺബയാസ്ഡ് എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ്, ബയാസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻസ് അല്ല. ബയാസ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റോ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടെടുക്കുന്ന ഡിസിഷൻസിനെയാണ് നമ്മൾ ബയാസ്ഡ് ഡിസിഷൻസ് എന്ന് വിളിക്കുക. ഇപ്പോൾ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആൾക്കാരെ മാത്രം ചൂസ് ചെയ്യുക, അങ്ങനത്തെ ഒരു പ്രശ്നം എവിടെ വരുന്നില്ല, റാൻഡം സാമ്പിളിങ്ങിൽ വരുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ, നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ഇങ്ങനെയുള്ള ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞൊരു പ്രശ്നമാണ് ബയാസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിൽ എന്ത് വരുന്നില്ല, അവിടെ ഒരു ബയാസിൻ്റെ പ്രശ്നം, അങ്ങനെ ഒരു അൺബയാസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻസാണ് അല്ലെങ്കിൽ സെലക്ഷനാണ് ഇവിടെ വരുന്നത്, സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സപ്പോസ് യു ഹാവ് എ സ്കൂൾ വിത്ത് 1000 സ്റ്റുഡൻസ് ആൻഡ് യു വാണ്ട് ടു റാൻഡംലി സെലക്ട് 50 ഫോർ എ സർവേ. നമ്മൾ എന്ത് ചെയ്യുന്നു, 1000 സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു സ്കൂളിൽ നിന്ന് 50 കുട്ടികളെ ഒരു സർവേക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യണം, ഏതെങ്കിലും 50 കുട്ടികൾ. ഓക്കെ, അവിടെ നമ്മൾ ഇന്ന 50 കുട്ടികൾ, അത് മേ ബി ഫീമെയിൽ ആകാം, മെയിൽ ആകാം, പല പല ഏജ് ഗ്രൂപ്പ്സിലുള്ള കുട്ടികളാവാം, പല ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാകാം, അങ്ങനെ പല തരത്തിലുള്ള കുട്ടികളിൽ നിന്നും 50 ആൾക്കാരെ റാൻഡംലി ചൂസ് ചെയ്യുന്നതുണ്ട്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് വിളിക്കുന്നത്.
ഓക്കെ, അപ്പോൾ നമ്മുടെ റാൻഡം സാമ്പിളിങ്ങിൽ ഫസ്റ്റ് വൺ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്, അതായത് സിമ്പിൾ റാൻഡം സാമ്പിളിങ്. ആൻഡ് അതിൽ സെക്കൻഡ് വൺ അല്ലെങ്കിൽ നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിന് വരുന്ന ഒരു അടുത്ത മെത്തേഡാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ് ഈസ് എ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക് വേർ എലമെൻറ്റ്സ് ആർ സെലക്റ്റഡ് ഫ്രം എ ലാർജർ പോപ്പുലേഷൻ അറ്റ് എ ഫിക്സഡ് പീരിയോഡിക് ഇൻ്റർവൽ. This method is often used when a complete list of population is available. അപ്പോൾ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് സാമ്പിളിംഗ് മെത്തേഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് ഒരു വലിയ പോപ്പുലേഷനാണ്. ഓക്കെ, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് കൃത്യമായിട്ട് പറയാം. നമ്മുടെ കയ്യിലുള്ളത് ഒരു ലാർജർ പോപ്പുലേഷനാണ്. ആൻഡ് ഈ പോപ്പുലേഷൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റ്, അതായത് സാമ്പിളിംഗ് ഫ്രെയിം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അങ്ങനത്തെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫിക്സഡ് പീരിയോഡിക്കൽ ഇൻ്റർവെൽസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് സാമ്പിൾസിനെ ചൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ലെറ്റ്സ് സേ എ കമ്പനി വാണ്ട്സ് ടു സർവേ എംപ്ലോയീസ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ദ കമ്പനി ഹാസ് 500 എംപ്ലോയീസ് ആൻഡ് വാണ്ട്സ് ടു സെലക്ട് 50 എംപ്ലോയീസ് യൂസിങ് സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണ്. 500 എംപ്ലോയീസ് ജോലി ചെയ്യുന്ന ഒരു കമ്പനി. അപ്പോൾ അവർക്ക് എന്ത് വേണം, ജോബ് സാറ്റിസ്ഫാക്ഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് 50 എംപ്ലോയീസിനെ വേണം. ഓക്കെ, അപ്പോൾ അവരെന്താ ചെയ്യുന്നത്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ഉപയോഗിച്ചിട്ടാണ് ഈ 50 എംപ്ലോയീസിനെ അവർ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്? അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിസ്റ്റമാറ്റിക് സാമ്പിളിങ്ങിൻ്റെ ഒരു പ്രോസസ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഡിഫൈൻ ദ പോപ്പുലേഷൻ. നമ്മുടെ സ്റ്റെപ്സാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പോപ്പുലേഷൻ ഡിഫൈൻ ചെയ്തു. നമുക്കറിയാലോ 500 എംപ്ലോയീസ് ആണ് നമ്മുടെ കമ്പനിയിലുള്ളത്. അപ്പോൾ അതാണ് നമ്മുടെ പോപ്പുലേഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഡിറ്റർമിൻ ദ സാമ്പിൾ സൈസ്. നമുക്കറിയാലോ നമ്മുടെ സർവേ എത്ര പേർക്കാണ്, 50 എംപ്ലോയീസിനാണ് വേണ്ടിയിട്ടാണ് നമ്മൾ സർവേ ചെയ്യാൻ പോണത്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഒരു സാമ്പിളിംഗ് ഇൻ്റർവെൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ടോട്ടൽ നമ്പർ ഓഫ് പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി 10 ആണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു റാൻഡം സ്റ്റാർട്ടിംഗ് പോയിൻ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ റാൻഡം സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 1 മുതൽ 10 വരെ, അതായത് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്, 10 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ 1 മുതൽ 10 വരെയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, സാമ്പിൾ ഇൻ്റർവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 1 മുതൽ 10 വരെ ഉള്ള സാമ്പിൾ ഇൻ്റർവെല്ലാണ് നമ്മൾ ഈ സിസ്റ്റമാറ്റിക് സാമ്പിളിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി ഈ സാമ്പിൾ ഇൻ്റർവൽ യൂസ് ചെയ്തിട്ടാണ് ഈ സാമ്പിൾസിനെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എവറി 10th പേഴ്സണെ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അഡീക്വേറ്റ് ആയിട്ടുള്ള സാമ്പിൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതായത് ഫസ്റ്റ് നമ്മൾ 1ാമത്തെ ആളെ ചൂസ് ചെയ്തു, പിന്നെ നമ്മൾ 10th ആളെ ചൂസ് ചെയ്തു, പിന്നെ നമ്മൾ 20th ആളെ ചൂസ് ചെയ്തു, 30th 40th 50th, അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സാമ്പിൾസ് എടുക്കാം. അപ്പോൾ അതൊരു സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് മെത്തേഡാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിപ്പോൾ ഈ 1 to 10 ഒരാളെ ചൂസ് ചെയ്യാമെന്ന് പറയാം. അപ്പോൾ നമ്മൾ 4ാമത്തെ ആളെ ചൂസ് ചെയ്തു. അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത 4 കഴിഞ്ഞ് അടുത്ത 10ാമത്തെ ആൾ, അതായത് 4നോട് 10 കൂട്ടിയാൽ 14. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അടുത്ത നമ്മുടെ 14ാമത്തെ ആളെ നമ്മൾ ചൂസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ 14നോട് വീണ്ടും 10 കൂട്ടി, അപ്പോൾ എത്രയായി, 24ാമത്തെ നമ്പർ കിട്ടിയ ആളെ നമ്മൾ ചൂസ് ചെയ്തു. അഗെയിൻ പിന്നെയും 10 കൂട്ടി 34. അങ്ങനെ നമുക്കൊരു സിസ്റ്റമാറ്റിക്കായിട്ട് എന്ത് ചെയ്യാം, സാമ്പിൾസ് ചൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിസ്റ്റമാറ്റിക് സാമ്പിളിങ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, ഒരു തരത്തിലുള്ള പ്രോബബിലിറ്റീസ് നമ്മളവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്, റാൻഡംനെസ്സും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടി എന്താണ്, സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ചെയ്യുന്നതെന്ന് മാത്രം. ഓക്കെ, കുറച്ചും കൂടി എക്സാക്റ്റ് ആയിട്ടാണ് നമ്മളിത് ചെയ്യുന്നതെന്ന് മാത്രം. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുന്ന സാമ്പിളിംഗ് മെത്തേഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ 2ാമത്തെ മെത്തേഡാണ്, നമ്മുടെ റാൻഡം സാമ്പിളിങ്ങിൽ സെക്കൻഡ് മെത്തേഡാണ് അടുത്തത് പറയാൻ പോകുന്നത്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. Okay, stratified sampling. The population can be divided into mutually exclusive groups using some factor. For example, age, gender, marital status, income, geographical region, etc. The groups thus formed are called a stratum or strata.
Okay, it is important that the groups are mutually exclusive and exhaustive to the population. അപ്പോൾ എന്താണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്? അപ്പോൾ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള പോപ്പുലേഷനെ, നമ്മുടെ മുന്നിലുള്ള പോപ്പുലേഷനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ഗ്രൂപ്പ്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അതായത് നമ്മൾ ഏജിന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൾക്കാരെ ഗ്രൂപ്പ് ചെയ്യാം. അതായത് ഒരേ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്രൂപ്പായിട്ട് വെക്കാം. പിന്നെ ഒരേ ജെൻഡറിലുള്ള ആൾക്കാരെ നമുക്കൊരു ഗ്രൂപ്പാക്കാം. മാരിറ്റൽ സ്റ്റാറ്റസ് നോക്കിയിട്ട് നമുക്ക് ആൾക്കാരെ ഗ്രൂപ്പ് ചെയ്യാം. ഇൻകം നോക്കാം, ജിയോഗ്രഫിക്കൽ റീജിയൻ നോക്കാം, കാസ്റ്റ് നോക്കാം, കമ്മ്യൂണിറ്റി നോക്കാം. ഇങ്ങനെ പല തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഫാക്ടേഴ്സ് ഉപയോഗിച്ച് നമ്മുടെ മുന്നിലുള്ള പോപ്പുലേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ഗ്രൂപ്പ്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ ഗ്രൂപ്പ്സിനെയാണ് നമ്മളിവിടെ സ്ട്രാറ്റും അല്ലെങ്കിൽ സ്ട്രാറ്റാസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സ്ട്രാറ്റാസ് ഫോം ചെയ്ത് അതിനകത്തുനിന്ന് സാമ്പിൾസ് ചൂസ് ചെയ്യുന്ന സാമ്പിളിംഗ് മെത്തേഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോർമലി പോപ്പുലേഷൻ ഭയങ്കര ഹെക്ട്രോജീനിയസ് ആണെങ്കിൽ, അതായത് പലതരത്തിലുള്ള സ്വഭാവങ്ങളുള്ള അല്ലെങ്കിൽ പലതരത്തിലുള്ള ആൾക്കാർ കംപ്രൈസ് ചെയ്യുന്ന ഹെക്ട്രോജീനിയസ് ആയിട്ടുള്ള പോപ്പുലേഷൻ ആണെന്നുണ്ടെങ്കിലാണ് നമുക്ക് അവിടെ എന്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഈ പറയുന്ന സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് നമ്മളിങ്ങനെ ഓരോ ഗ്രൂപ്പ്സ് ആക്കി വെച്ചു. ഇപ്പം നമ്മളൊരു കോളേജിൽ സ്റ്റുഡൻസിനെ കുറിച്ചിട്ടാണ് പഠിക്കണതെങ്കിൽ ഒരു കോളേജിൽ പല തരത്തിലുള്ള സ്റ്റുഡൻസ് ഉണ്ടാകും, പല ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാകും. അപ്പോൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെ നമുക്കൊരു സ്ട്രാറ്റയാക്കാം, സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് അടുത്തൊരു സ്ട്രാറ്റ, തേർഡ് ഇയർ സ്റ്റുഡൻസ് അടുത്തൊരു സ്ട്രാറ്റ, ദെൻ മെയിൽ സ്റ്റുഡൻസും ഫീമെയിൽ സ്റ്റുഡൻസും നമുക്ക് സ്ട്രാറ്റയാക്കാം. ദെൻ അങ്ങനെ ഓരോ കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികളെ നമുക്ക് സ്ട്രാറ്റയാക്കാം. അങ്ങനെ ഇങ്ങനെ പലതരത്തിലുള്ള സ്ട്രാറ്റയാക്കിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ആ പോപ്പുലേഷൻ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് ഈ സ്ട്രാറ്റയിൽ നിന്ന് റാൻഡം സാമ്പിളിംഗ് ഉപയോഗിച്ച് നമ്മൾ കുറച്ച് ആൾക്കാരെ ചൂസ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഫസ്റ്റ് ഇയറിൽ നിന്ന് ഒരു 10 കുട്ടികൾ, സെക്കൻഡ് ഇയറിൽ നിന്ന് ഒരു 10 കുട്ടികൾ, തേർഡ് ഇയറിൽ നിന്ന് ഒരു 10 കുട്ടികൾ. അപ്പോൾ ഇങ്ങനെ സ്ട്രാറ്റയാക്കി തിരിക്കുന്നു. അതിനകത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, റാൻഡം സാമ്പിളിംഗ് വെച്ചിട്ട് കുട്ടികളെ സെലക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ പീപ്പിൾസിനെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് വിളിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പോപ്പുലേഷൻ നമ്മൾ എന്താക്കി ഡിവൈഡ് ചെയ്യണം, ഡിഫറെൻറ്റ് സ്ട്രാറ്റാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ആൻഡ് ഈ സ്ട്രാറ്റയിൽ നിന്നും റാൻഡം സാമ്പിളിംഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാമ്പിൾസിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ആൻഡ് അപ്ലിക്കേഷൻസ് നമ്മളിവിടെ പറയുന്നുണ്ട്. ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമുക്ക് കുറേ കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സാമ്പിളിംഗ് ആയിട്ട് നമ്മൾ എന്തിനെ കണക്കാക്കുന്നുണ്ട്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിനെ കണക്കാക്കുന്നുണ്ട്. പിന്നെ കമ്പാരിസൺ കുറേ കൂടി എളുപ്പമാക്കാൻ പറ്റും. അതായത് പല തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പല തരത്തിലുള്ള സാമ്പിൾസ് നമുക്ക് കിട്ടും. അപ്പോൾ അതിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പാരിസൺ വളരെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് പറ്റിയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പോപ്പുലേഷനെ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എറർ, അതായത് മിസ്റ്റേക്സുകൾ മാക്സിമം അല്ലെങ്കിൽ സാമ്പിളിംഗ് എറർ മാക്സിമം കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ ഇതെവിടെയൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്, മാർക്കറ്റ് റിസർച്ചിൽ ചെയ്യാനായിട്ട് പറ്റും. അതായത് കമ്പനിക്ക് മാർക്കറ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യണം എന്നുണ്ടെങ്കിൽ, മാർക്കറ്റിൽ കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് പഠിക്കണം, കമ്പനിയുടെ ഡിഫറെൻറ്റ് പ്രൊഡക്ട്സിനെ കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡ്സ് പഠിക്കണം. ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ കമ്പനിക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ പറയുന്ന സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ ഹെൽത്ത് കെയർ സെക്ടറിൽ ഉപയോഗിക്കാം സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. നമുക്ക് ഏതെങ്കിലും മെഡിസിൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ പേഷ്യൻസിനെ കുറിച്ച് പഠിക്കണമെങ്കിലോ ഒക്കെ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ഉപയോഗിക്കാം. പിന്നെ പൊളിറ്റിക്കൽ പോളിംഗ്, നമുക്ക് എലക്ഷൻ റിസൾട്ട്സിൻ്റെ സമയത്ത് അല്ലെങ്കിൽ എലക്ഷൻ്റെ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ സർവേസ് എടുക്കാറുണ്ട്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ നമ്മൾ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എഡ്യൂക്കേഷൻ സ്റ്റഡീസിൽ എഡ്യൂക്കേഷൻ സർവേസ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ, ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ, ഡിഫറെൻറ്റ് കോഴ്സസ് പഠിക്കുന്ന കുട്ടികൾ, ഇങ്ങനെയൊക്കെ പലതരത്തിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ഉപയോഗിച്ചിട്ട് ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിന് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എമൗണ്ട് ഓഫ് ടൈം സ്പെൻഡ് ബൈ മെയിൽ ആൻഡ് ഫീമെയിൽ യൂസേഴ്സ് ഇൻ സെൻഡിങ് മെസ്സേജസ് ഇൻ എ ഡേ. ഹിയർ ദ സ്റ്റാർട്ട ആർ മെയിൽ ആർ ഫീമെയിൽ യൂസേഴ്സ്. ഓക്കെ, അപ്പോൾ മെസ്സേജസ് ഒരു ദിവസം എത്ര മെസ്സേജസ് ഫീമെയിൽ ആൻഡ് മെയിൽസ് സെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സ്റ്റഡി ആണെങ്കിൽ അവിടെ നമ്മുടെ സ്റ്റാർട്ട എന്ന് പറയുന്നത് ഏതാണ്, മെയിൽ ആൻഡ് ഫീമെയിൽ യൂസേഴ്സാണ്. ദെൻ രണ്ടാമത് പറയുന്നത് എഫിഷ്യൻസി ഓഫ് എ ഡ്രഗ് എമംഗ് ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്സ്. ഒരു മെഡിസിൻ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഓരോ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരുടെ ഇടയിലും ആ ഡ്രഗ്സ് അല്ലെങ്കിൽ ആ മെഡിസിൻ എത്ര രീതിയിൽ എഫക്റ്റ് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഏജ് ഒരു സ്ട്രാറ്റയായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ 40 മുതൽ 50 വരെ അല്ലെങ്കിൽ 50 മുതൽ 60 വരെ, അങ്ങനെ പലതരത്തിലുള്ള സ്റ്റാറ്റസ് നമുക്കവിടെ ഫോം ചെയ്യാം. പിന്നെ പെർഫോമൻസ് ഓഫ് ചിൽഡ്രൻസ് ഇൻ സ്കൂൾ ആൻഡ് പാരൻസ് മാരിറ്റൈൽ സ്റ്റാറ്റസ്. കുട്ടികളുടെ സ്കൂളിലുള്ള
പെർഫോമൻസും അതുപോലെ പാരൻസിൻ്റെ മാരിറ്റൽ സ്റ്റാറ്റസ് എന്നൊക്കെ പറയണത് സിംഗിൾ ആണോ, മാരീഡ് ആണോ, ഡിവോഴ്സ്ഡ് ആണോ, അങ്ങനെ പലതരത്തിലുള്ള സ്റ്റാറ്റസ് നമുക്ക് അവിടെ ഫോം ചെയ്യാം. പിന്നെ ടെലിവിഷൻ റേറ്റിംഗ് പോയിൻറ്റ്സ് ഫോർ എ പ്രോഗ്രാം അക്രോസ് ഡിഫറെൻറ്റ് ജിയോഗ്രഫിക്കൽ റീജിയൻസ്. ഇപ്പോൾ ഒരു ടി വിയിൽ നടക്കുന്ന ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഫിലിംസിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് അതൊക്കെ നമുക്ക് ഓരോ ജിയോഗ്രഫിക്കൽ റീജിയൻ വെച്ചിട്ട് പറയാം. ഇപ്പോൾ നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ അങ്ങനെ വെച്ചിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ എന്താണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമ്മുടെ റാൻഡം സാമ്പിളിങ്ങിൽ അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ്. ക്ലസ്റ്റർ സാമ്പിളിംഗ് ഏകദേശം നമ്മുടെ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങുമായിട്ട് സിമിലർ ആണ്. ക്ലസ്റ്റർ സാമ്പിളിംഗ് ഈസ് എ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക് വേർ ദ പോപ്പുലേഷൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു ഗ്രൂപ്പ്സ് ബ്രാക്കറ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ക്ലസ്റ്റേഴ്സ്, ആൻഡ് ദെൻ എ റാൻഡം സെലക്ഷൻ ഓഫ് ക്ലസ്റ്റേഴ്സ് ഈസ് സ്റ്റഡീഡ് ഇൻസ്റ്റെഡ് ഓഫ് ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ്. ഇറ്റ് ഈസ് ഓഫൺ യൂസ്ഡ് വെൻ എ പോപ്പുലേഷൻ ഈസ് വെരി ലാർജ് ആൻഡ് ജിയോഗ്രഫിക്കലി ഡിസ്പേഴ്സ്ഡ്. അപ്പോൾ ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത് കുറച്ചും കൂടിയും വൈഡായിട്ട് ചെയ്യുന്ന ഒരു സാമ്പിളിംഗ് മെത്തേഡാണ്. അപ്പോൾ ക്ലസ്റ്റർ സാമ്പിളിങ്ങിൽ നമ്മൾ പോപ്പുലേഷൻ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആക്കിയിട്ട് തന്നെ ഡിവൈഡ് ചെയ്യുന്നു. ഈ പറയുന്ന ഏതെങ്കിലും ക്രൈറ്റീരിയാസ് വെച്ചിട്ട് നമ്മുടെ പോപ്പുലേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫറെൻറ്റ് ക്ലസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് ഇനി നമ്മൾ റാൻഡംലി ഈ ക്ലസ്റ്റേഴ്സാണ് എന്ത് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത്. ക്ലസ്റ്റേഴ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആൾക്കാരെയല്ല ചൂസ് ചെയ്യുന്നത്, ക്ലസ്റ്റേഴ്സിനെയാണ് റാൻഡംലി ചൂസ് ചെയ്യുന്നത്. ആ ഓരോ ക്ലസ്റ്റേഴ്സും നമ്മുടെ എന്തായിട്ട് മാറും, സാമ്പിൾസ് ആയിട്ട് മാറും. ഓക്കെ, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങുമായിട്ട് സിമിലർ ആണെന്ന് പറയുമ്പോഴും രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിൽ നമ്മൾ സ്ട്രാറ്റാസ് ഫോം ചെയ്തിട്ട് സ്ട്രാറ്റയുടെ ഉള്ളിൽ നിന്ന് റാൻഡം സാമ്പിളിംഗ് വെച്ചിട്ട് ആൾക്കാരെ ചൂസ് ചെയ്യായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ക്ലസ്റ്റർ സാമ്പിളിങ്ങിൽ നമ്മൾ വലിയ പോപ്പുലേഷൻസ് ഉള്ള സമയത്താണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ മൊത്തം പോപ്പുലേഷൻ എന്ത് ചെയ്യുന്നു, ഡിഫറെൻറ്റ് ക്ലസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് റാൻഡംലി ചില ഗ്രൂപ്പ്സിനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്, സാമ്പിളിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് സ്റ്റെപ്സ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ഡിഫൈൻ ദ പോപ്പുലേഷനെ ഡിഫൈൻ ചെയ്യുക. ഡിവൈഡ് ദ പോപ്പുലേഷൻ ഇൻ ടു ക്ലസ്റ്റേഴ്സ്. ഓക്കെ, സ്പ്ലിറ്റ് ദ പോപ്പുലേഷൻ ഇൻ ടു സ്മോളർ നാച്ചുറലി ഒക്കറിങ് ഗ്രൂപ്പ്സ്. അപ്പോൾ ഓരോ ഗ്രൂപ്പ്സ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ആ ഗ്രൂപ്പ്സിനെ നമ്മൾ ക്ലസ്റ്റേഴ്സ് എന്നാണ് വിളിക്കുക. ഇപ്പോൾ സ്കൂൾസ്, ഡിഫറെൻറ്റ് സ്കൂൾസ് ഓരോ ക്ലസ്റ്റേഴ്സാണ്. ദെൻ സിറ്റീസ് എടുക്കാം, അല്ലെങ്കിൽ നെയ്ബർഹുഡ്സ്, പ്ലേസസ് എടുക്കാം. അങ്ങനെ പലതരത്തിലുള്ള ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്യുക. ആൻഡ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ റാൻഡംലി സെലക്ട് ദ ക്ലസ്റ്റേഴ്സ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻസ്റ്റെഡ് ഓഫ് സെലക്ടിങ് ഇൻഡിവിജ്വൽസ് റാൻഡംലി ചൂസ് ദ എൻറ്റയർ ക്ലസ്റ്റേഴ്സ്. അപ്പോൾ ഈ ക്ലസ്റ്റേഴ്സിൽ നിന്ന് ഓരോരോ ആൾക്കാരെ എടുക്കുന്നതിന് പകരമായിട്ട് ക്ലസ്റ്റേഴ്സ് മുഴുവനായിട്ടും നമ്മുടെ സാമ്പിളായിട്ട് നമ്മൾ എടുക്കുന്നു. ഓക്കെ, ആൻഡ് കളക്ട് ഡാറ്റ ഫ്രം ദ സെലക്റ്റഡ് ക്ലസ്റ്റേഴ്സ്. ആ ക്ലസ്റ്റേഴ്സിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡാറ്റ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ക്ലസ്റ്റേഴ്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ഡാറ്റാസ് കളക്ട് ചെയ്യുന്നു. ആൻഡ് അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്കി ഇൻഫറൻസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ക്ലസ്റ്റർ സാമ്പിളിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡ്രോബാക്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവാണ്, ടൈം എഫിഷ്യൻ്റ് ആണ്. ബിക്കോസ് നമ്മുടെ പോപ്പുലേഷൻ വളരെ വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന മെത്തേഡ്സൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ കുറച്ചും കൂടിയും അപ്ലൈ ചെയ്യാൻ എളുപ്പമുള്ളത് ക്ലസ്റ്റർ സാമ്പിളിംഗ് ആയിരിക്കും. പിന്നെ യൂസ്ഫുൾ ഫോർ ലാർജ് സ്പ്രെഡ് ഔട്ട് പോപ്പുലേഷൻസ്. ഒരുപാട് ജിയോഗ്രഫിക്കലി സ്പ്രെഡായിട്ട് കിടക്കുന്ന പോപ്പുലേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ് കുറേ കൂടി യൂസ്ഫുൾ ആവുന്നത്. ഈസി ടു ഇംപ്ലിമെൻറ്റ് കമ്പയർഡ് ടു സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ സാമ്പിളിംഗ് എറർ വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ക്ലസ്റ്റേഴ്സ് എപ്പോഴും ഒരു കറക്റ്റ് റെപ്രസെൻറ്റേറ്റീവ്സ് ആവണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്ന് പറയുന്നത് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിനെ അപേക്ഷിച്ച് ബാക്കിയുള്ള സാമ്പിളിംഗ് മെത്തേഡിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി പ്രിസൈസ്ഡ് ആണ്. നമുക്ക് കിട്ടുന്ന ഡാറ്റാസൊക്കെ ഭയങ്കര പ്രിസൈസ്ഡ് ആയിട്ട് വരുന്നതുകൊണ്ട് അതൊരു ഡ്രോബാക്കായിട്ട് പറയുന്നുണ്ട്. ഇനി നമ്മൾ ക്ലസ്റ്റർ സാമ്പിളിങ്ങിന് തന്നെ 3 ടൈപ്സ് പറയുന്നുണ്ട്. ഒന്ന് സിംഗിൾ സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ്, രണ്ടാമത്തത് 2 സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ്, ആൻഡ് തേർഡ് ഇസ് മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. അപ്പോൾ അതൊന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ സിംഗിൾ സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത് ആഫ്റ്റർ സെലക്ടിങ് ദ ക്ലസ്റ്റേഴ്സ് റാൻഡംലി ഓൾ ഇൻഡിവിജ്വൽസ് വിത്തിൻ ദ ചൂസൺ ക്ലസ്റ്റേഴ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി സാമ്പിൾ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എങ്ങനെയാണ് ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്യുക. ആൻഡ് ക്ലസ്റ്റേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റാൻഡംലി ചൂസ് ചെയ്യുന്നു. ആൻഡ് ആ റാൻഡംലി ചൂസ് ചെയ്തിരിക്കുന്ന ക്ലസ്റ്ററിലെ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുന്നത് സാമ്പിളിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്താണ്, സിംഗിൾ സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ്.
ഇപ്പോൾ നമ്മൾ കുറേ ക്ലസ്റ്റേഴ്സായിട്ട് സ്കൂൾസാണ് എടുത്തിട്ടില്ലെന്ന് വിചാരിക്കാം. അപ്പോൾ കേരളത്തിലുള്ള ഒരു കുറേ സ്കൂൾസാണ് നമ്മുടെ ക്ലസ്റ്റേഴ്സായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ എന്ത് ചെയ്യുന്നു, ആ ക്ലസ്റ്റേഴ്സിനകത്ത് നിന്ന് നമ്മളൊരു 4-5 സ്കൂൾസിനെ മാത്രം ചൂസ് ചെയ്യുമ്പോൾ ആ സ്കൂളിലെ എല്ലാ കുട്ടികളുടെ അടുത്തു നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സിംഗിൾ സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തത് 2 സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ്. അപ്പോൾ ഇവിടെ എ റാൻഡം സാമ്പിൾ ഓഫ് ക്ലസ്റ്റേഴ്സ് ആർ ഫസ്റ്റ് സെലക്റ്റഡ്. നമ്മൾ ആദ്യം സാധാരണ പോലെ ഒരു ക്ലസ്റ്റേഴ്സിനെ റാൻഡംലി ചൂസ് ചെയ്യണു. ആൻഡ് ദെൻ റാൻഡം സാമ്പിൾ ഓഫ് ഇൻഡിവിജ്വൽസ് ഈസ് ചൂസൺ ഫ്രം ദി സെലക്റ്റഡ് ക്ലസ്റ്റർ. പിന്നെ ചെയ്യണത് എന്താണ്, എല്ലാവരെയും എടുക്കണില്ല, ആ ക്ലസ്റ്ററിലെ എല്ലാവരെയും എടുക്കാണ്ട് ആ ക്ലസ്റ്ററിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളൊരു റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് വെച്ചിട്ട് കുറച്ച് ആൾക്കാരെ മാത്രം ചൂസ് ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യണം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, 2 സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് വിളിക്കുക. അപ്പോൾ ഇത് കുറച്ചുകൂടി പ്രിസൈസാണ്, അതായത് 1 സ്റ്റേജിനേക്കാളും കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എല്ലാവരെയും എടുത്തു പോകണ്ടല്ലോ, വളരെ കുറച്ച് ആൾക്കാരെ മാത്രം ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് മൂന്നാമത്തതാണ് മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. അപ്പോൾ ഇറ്റ്സ് എ സാമ്പിളിംഗ് ടെക്നിക് വേർ എ പോപ്പുലേഷൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു ക്ലസ്റ്റേഴ്സ് ആൻഡ് ദെൻ സാമ്പിൾസ് ആർ drawn from within these clusters in multiple stages, progressively narrowing down the sample to smaller and more precise units. അപ്പോൾ മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആസ് യൂഷ്വൽ ക്ലസ്റ്റേഴ്സ് ഉണ്ടാക്കുന്നു. ആൻഡ് ക്ലസ്റ്റേഴ്സിൽ നിന്ന് സാമ്പിൾസിനെ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. ആൻഡ് ആ എടുത്തിരിക്കുന്ന സാമ്പിൾസിനെ കുറച്ചും കൂടി പ്രിസൈസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് അതിനെയും നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, സബ് ഡിവൈഡ് ചെയ്ത് എടുക്കുന്നതിനെയാണ് നമ്മൾ മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടെ പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സാമ്പിൾസിനെ കുറച്ചുകൂടി പ്രിസൈസ്ഡ് ആയിട്ടുള്ള രൂപത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റാൻഡം സാമ്പിളിങ്ങിൻ്റെ മെത്തേഡ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ അപ്ലിക്കേഷൻസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് റാൻഡം സാമ്പിളിംഗ് എന്നുള്ളതാണ്. അപ്പോൾ നോർമലി റാൻഡം സാമ്പിളിംഗ് നമുക്ക് ഓൾമോസ്റ്റ് ഓൾ ഏരിയാസിലും ഉപയോഗിക്കാനായിട്ട് പറ്റും. ബിസിനസ്സിലും ഹെൽത്ത് കെയറിൽ അങ്ങനെ പല ഏരിയാസിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് ബിസിനസ് ഫീൽഡിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ റിസർച്ച് ആൻഡ് സ്റ്റഡീസ് ചെയ്യുമ്പോൾ റാൻഡം സാമ്പിളിംഗ് ആണ് പൊതുവേ ഉപയോഗിക്കാറുള്ളത്. ഹെൽത്ത് കെയർ സെക്ടറിൽ നമ്മൾ പറഞ്ഞല്ലോ, ഏതെങ്കിലും മെഡിസിൻസ് ടെസ്റ്റ് ചെയ്യാനും അതേപോലെ പേഷ്യൻസിൻ്റെ ഒപ്പീനിയൻ കളക്ട് ചെയ്യാനൊക്കെ നമ്മൾ റാൻഡം സാമ്പിളിംഗ് ആണ് ഉപയോഗിക്കാറുള്ളത്. പിന്നെ മാർക്കറ്റ് റിസർച്ചിൽ, ബിസിനസ് സംബന്ധമായിട്ടുള്ള എല്ലാ സ്റ്റഡീസിലും നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം, റാൻഡം സാമ്പിളിംഗ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സോഷ്യൽ സയൻസസ്, ഹ്യൂമൻ ബീയിങ്സിനെ കുറിച്ചിട്ട് പഠിക്കുന്ന എല്ലാ ഏരിയാസിലും നമുക്ക് റാൻഡം സാമ്പിളിംഗ് അപ്ലൈ ചെയ്യാം. എഡ്യൂക്കേഷൻ ഫീൽഡിൽ റാൻഡം സാമ്പിളിംഗ് നമുക്ക് അപ്ലൈ ചെയ്യാം. സ്റ്റുഡൻസിനെ കുറിച്ച് പഠിക്കാൻ, ടീച്ചേഴ്സിനെ കുറിച്ച് പഠിക്കാൻ, അങ്ങനെ പല രീതിയിൽ നമുക്ക് റാൻഡം സാമ്പിളിംഗ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്, നമുക്ക് ഏറ്റവും കൂടുതൽ ബയാസസ് ഇല്ലാത്ത രീതിയിൽ സാമ്പിളിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ പറയുന്ന റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ റാൻഡംലി ആണ് അവിടെ സാമ്പിൾസിനെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും അവർ തരുന്ന റെസ്പോൺസ് ബയാസ്ഡ് ആയിരിക്കണം എന്നില്ല, നമ്മൾ എടുക്കുന്ന ആൾക്കാരും ബയാസ്ഡ് ആവണം എന്നില്ല. പിന്നെ വരുന്നത് എനേബിൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസസ്, കുറേ കൂടി കൃത്യമായിട്ടുള്ള റിസൾട്ട് അല്ലെങ്കിൽ നമുക്ക് ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ട് റാൻഡം സാമ്പിളിംഗ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഇംപ്രൂവ്സ് റെപ്രസെൻറ്റേറ്റീവ്നെസ്, നമ്മുടെ മെയിനായിട്ട് സാമ്പിളിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന സാമ്പിള് നമ്മുടെ പോപ്പുലേഷൻ്റെ കറക്റ്റ് റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മൾ എടുക്കുന്ന സാമ്പിൾസിന് പോപ്പുലേഷൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അവരെന്താവുള്ളൂ, കറക്റ്റായിട്ടുള്ള സാമ്പിളാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റെപ്രസെൻറ്റേറ്റീവ്നെസ് എന്ന് വിളിക്കുക. ഈ റെപ്രസെൻറ്റേറ്റീവ്നെസ് വളരെയധികമുള്ള ഒരു സാമ്പിളിംഗ് മെത്തേഡാണ് ഈ പറയുന്ന റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ റാൻഡം സാമ്പിളിങ്ങിൻ്റെ പോർഷൻ ഏകദേശം ഇത്രയേ ഉള്ളൂ. ബാക്കി നമ്മുടെ നോൺ റാൻഡം സാമ്പിളിങ്ങിനെ കുറിച്ചിട്ടുള്ള ക്ലാസ് നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.